ഹേ ഗായ്സ്, ഇന്ന് ഞാൻ കാലത്തിനീട്ട് പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി നല്ല സുന്ദരി കൊച്ചായിട്ട് വീട്ടിലോട്ട് വീട്ടിൽ പോണേണ്. അവളുടെ അച്ഛന് ഇന്ന് 60ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അമ്മയും മോളും കൂടി ചേർന്ന് ഏറ്റവും ഫസ്റ്റ് ഫ്രിഡ്ജ് ഫ്രീസർ ആക്കിയാണ് ഞാൻ എപ്പോഴും നോക്കാറ്. വേറെ ഒന്നും കണ്ടിട്ടല്ല, എനിക്ക് ജ്യൂസ് കഴിക്കാനായിട്ട് ഭയങ്കര മടിയുള്ള ആളാണ്. അപ്പൊ എനിക്ക് അമ്മ എപ്പോഴും ഒന്നില്ലെങ്കിൽ തണുപ്പിച്ച് തരും, അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടിയാക്കി തരും. ഞാനത് എപ്പോഴും കുടിക്കുകയും ചെയ്യും, അത് കഴിക്കുകയും ചെയ്യും. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. എന്ത് സംഭവമാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇന്നലെ കഴിച്ച ഓറഞ്ചിന്റെ തൊലിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശ ആയിരുന്നു അമ്മച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. അപ്പൊ നമ്മള് ഊർമിളയുടെ വീട്ടിൽ പോകാൻ പോണേണ്. ഊർമിള എന്റെ 5ാം ക്ലാസ് മുതലുള്ള ബെസ്റ്റ് ഫ്രണ്ട് ആണ് കേട്ടോ. അവളുടെ അച്ഛന്റെ ബർത്ത്ഡേ നിന്ന് 60ാം ബർത്ത്ഡേ ആണ്. അപ്പൊ അമ്മയും മോളും കൂടി അങ്കിൾ അറിയാണ്ട് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് നിൽക്കണേണ്. അപ്പൊ കുറച്ചുപേരെ മാത്രം വിളിച്ചിട്ടുള്ള കൂട്ടത്തിൽ നമ്മളെ വിളിച്ചു. അപ്പൊ നമ്മള് ഗിഫ്റ്റ് മേടിക്കരുതെന്ന് പ്രത്യേകം അവര് എടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ അന്നേരം മേടിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവര് പറഞ്ഞു അവിടെ പാർപ്പുണ്ടായിരുന്നു ഇവളുടെയൊക്കെ. എനിക്ക് തോന്നുന്നു 3-4 മാസം ആയിട്ടുള്ളൂ തോന്നണം. അപ്പൊ ആ ടൈമില് പാർപ്പിന് നമ്മള് ഗിഫ്റ്റ് കൊടുത്തപ്പോ അത് തന്നെ ധാരാളമാണ്. ഇനി അത് കൂടാണ്ട് വേറെ എന്തെങ്കിലും മേടിക്കാനായിട്ട് നിൽക്കരുത്, അങ്ങനെ കുറെ പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ ഗിഫ്റ്റ് ഒന്നും മേടിച്ചിട്ടില്ല. അപ്പൊ നമ്മളിത് പോകാൻ പറഞ്ഞാൽ ഞാൻ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണേട്ടാ. ഞാനും അനുവും കൂടിയാണ് പോണത്. പക്ഷെ നമ്മൾ ഒരു ഫാമിലി പാക്ക് ഡയറി മിൽക്ക് മേടിച്ചിട്ട് അങ്കിളിന് കൊടുത്തിട്ടാ വന്നപ്പോ തന്നെ അങ്കിള് ഭയങ്കര ഹാപ്പി ആയി. പിന്നെ ഇതാണ് ഊർമിളയുടെ വീട്. നല്ല രസമുണ്ട് വീട് കാണാൻ. ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ കുട്ടി രാജേന്ദ്രൻ അങ്കിള്. നമ്മുടെ ഊർമിളയുടെ അച്ഛന്റെ അപ്പുറവും ഇപ്പുറവും അമ്മയും മോളും കൂടിയാണ് നിൽക്കണത്. അവരൊരു പീച്ച് കളറിലെ തീമുള്ള ഡ്രസ്സാണ് ഇട്ടത്. രണ്ടുപേരും ഡ്രസ്സും സെയിം ആയിരുന്നു കേട്ടാ. എനിക്ക് ശരിക്കും അവളുടെ അനിയത്തിനെ പോലെയാണ് തോന്നിയത്. അവൾക്ക് അനിയത്തിലാകെ ഒറ്റ മോളാണ്, പക്ഷെ കസിൻസ് ഒക്കെ ആയിട്ടാണ് തോന്നിയത്. പക്ഷെ പിന്നീട് മനസ്സിലായി അവളുടെ അമ്മയാണുള്ളത്. മുടിയൊക്കെ വെട്ടി ആകെപ്പാട് മാറിപ്പോയി. നല്ല രസമുണ്ട് ഇപ്പൊ കാണാനായിട്ട്. പണ്ടത്തെ മഞ്ജു ആന്റിയേ അല്ല. പിന്നെ അവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരുടെ വെഡിങ് ആനിവേഴ്സറി കൂടി ആയിരുന്നു. അപ്പൊ രണ്ടാമത് വേറെ കേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ വീണ്ടും അത് മുറിച്ചതേ ഫസ്റ്റ് നല്ലൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു അവിടെ. കാര്യം ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടായിരുന്നു. സംഭവം ഇങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടൊക്കെയാണ് അവിടെ കേക്കൊക്കെ മുറിച്ചത്. സാധാരണ നമ്മുടെ വീട്ടിലാണ് അങ്ങനെ മുറിക്കാറ്, നമ്മുടെ വീട്ടിൽ മാത്രമാണ് അങ്ങനെ മുറിക്കാറെന്നാണ് ഇവിടെ ഞങ്ങൾ എല്ലാവരും പറയാറ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണെന്ന് ഗൈസ് എനിക്കറിയത്തില്ലല്ലോ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ പിന്നെ അവിടെ ഞാൻ എല്ലാ സ്ഥലവും ഇങ്ങനെ ഓടി നടന്നൊക്കെ വീഡിയോ ഒക്കെ എടുത്ത്. ഇതാണ് കേട്ടോ അവളുടെ മുറി. നല്ല രസമുണ്ട് മുറി കാണാനായിട്ടൊക്കെ, നല്ല അടിപൊളിയാണ്. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് അവളുടെ 2 ഫ്രണ്ട്സിനെ പരിചയപ്പെട്ടു. അയ്യോ, ഡാനി എന്നാണ് ഞാൻ പേര് മറന്നില്ല, പിന്നെ അക്ഷയ്. ഞങ്ങൾ ആരെയും കൂടി ആയിരുന്നു പിന്നെ സംസാരിച്ചുകൊണ്ടെന്ന് വെച്ചത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഫുഡ് അടിക്കാനായിട്ട് നിന്നത്. അവളുടെ അച്ഛന് ഇഷ്ടമുള്ള പോലെ സദ്യയാണ് അവര് ഫുഡായിട്ട് വെച്ചത്. നോണൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടിപൊളി സദ്യയായിരുന്നു. പൈനാപ്പിൾ കറി ഞാൻ കൂട്ടിയില്ല, പക്ഷെ നല്ല ടേസ്റ്റിനായിരുന്നു അനുവെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കൊള്ളായിരുന്നു കേട്ടോ, അടിപൊളി പരിപാടിയായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട്, ഫീൽ ഗുഡ്, അടിപൊളി. അതിനുശേഷം ഞങ്ങള് ഒരു എത്ര മണിയായെന്ന് ഓർക്കണില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ടാലിസ്മാനിൽ വന്നു. നമുക്ക് ഒരു ചെറിയൊരു തുണിയൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. മറ്റേ അനുവിനാണ് കേട്ടോ, എനിക്കല്ല, വർക്ക് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ അതിന്റെ തൊട്ടിപ്പുറം സുവർണയിലും കയറി. അതും അവൾക്ക് തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള വാച്ച് സെലക്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ഹാമ്പർ എന്തോട്ടാണ് അവള് മേക്ക് ചെയ്യണത്. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ മേടിച്ച് അധികം വൈകിക്കാണ്ട് തന്നെ നമ്മൾ വീട്ടിലോട്ടേക്ക് പോകുന്നു. അപ്പൊ ഇത്രയുള്ളൂ ഗായ്.